നമസ്കാരം, ടെസ്ല ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം ഇതൻ ടോയിൻ ചെയ്യണം. അതായത് ഇങ്ങനെ ഇരിക്കാൻ പാടില്ല സാധനം ടോയിൻ ചെയ്യണം. അത് ചെയ്യാനായിട്ട് ഒരു കമ്പി എടുത്തിട്ടേ വൈൻഡിങ് വയർ തന്നെ ഒരു പീസ് എടുത്തിട്ട് നമ്മളൊരു സൂചിയൊക്കെ പോലെ ആക്കിയെടുക്കുക. ഒരു സൈഡ് പിരിക്കുക, എന്നിട്ട് അതിൻ്റെ ഗ്യാപ്പിലേക്ക് ഇതിങ്ങനെ ടോയിൻ ഇങ്ങനെ കെട്ടി വലിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ടോയിൻ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് ഒരു പ്രത്യേക നെയ്ക്ക്, ഒരു പ്രത്യേക ലോക്കിംഗ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ്. ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്യുക, എന്നിട്ട് ഈ കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ടതേ ഇതിലിങ്ങനെ എടുക്കുന്നുണ്ടോ? ജസ്റ്റ് ഒന്ന് വലിച്ചു കഴിഞ്ഞു ഇതിൽ പോകും. ടൈറ്റാക്കി കിട്ടുക. എന്നിട്ട് ഈ വയറ് ഇനിയാട്ടെ കറക്റ്റ് ലോക്ക് പറഞ്ഞു തന്നെ. ഇനിയാട്ടെ കറക്റ്റ് ലോക്ക് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ പൊങ്ങിയൊന്നുമില്ലേ, ഇങ്ങനെ വന്ന ഈ ഒരിൻ്റെ ഉള്ളിൽ കൂടെ, അതായത് ഇങ്ങനെ നമ്മുടെ വയറിങ് ഈ ടോയിൻ ഇങ്ങനെ വന്നേക്കണേ ടോയിനെ ഈ പുറ സൈഡിൽ കൂടെ ഇങ്ങനെ കയറ്റുക. കണ്ട, ഇങ്ങനെ കയറ്റുക. അങ്ങനെ കയറ്റിയിട്ട് ഇങ്ങനെ വലിച്ച് ലോക്കായി കഴിഞ്ഞാൽ ലൂസാവില്ല. ഓരോ മുറുക്കുന്തോറും ടൈറ്റ് ആയിക്കൊണ്ടിരിക്കും. അതൊരു പ്രത്യേക ലോക്കാണ്. ഈ വൈൻഡിങ്ങിൽ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക ലോക്കാണ്. ഇതുപോലെ തന്നെ കണ്ടോ. ഞാനത് സിമ്പിളായിട്ട് ഇങ്ങനെ കയറ്റി ഇങ്ങനെ വലിച്ചാൽ മതി. ഈ പടപടയെന്നും പറഞ്ഞ ഓരോ ഈ വൈൻഡിങ്ങിൻ്റെ സ്ലോട്ട് ഉണ്ടല്ലോ, ആ സ്ലോട്ടിൽ കൂടെ കറക്റ്റായിട്ട് എടുക്കുക. എന്നിട്ട് ലോക്ക് ചെയ്താൽ മതി. കറക്റ്റായിട്ട് കിട്ടും. എന്നാലാണ് ആ ഷേപ്പിൽ നമുക്ക് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ആ ഷേപ്പിൽ കിട്ടത്തില്ല. ഒരു കോയിൽ ഒന്ന് ഒതുക്കി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഷേപ്പിൽ കിട്ടത്തുണ്ടോ. എല്ലാ സ്ലോട്ടിനും ഗ്യാപ്പിൽ കൂടെ, ആ വൈൻഡിങ്ങിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പിൽ കൂടെ ഇങ്ങനെ വലിച്ചൊതുക്കി കഴിഞ്ഞാൽ സംഭവം കയറി മുറുക്കി ഓടിയിട്ടുള്ളൂ. ഈ ടോയിനിട്ടിങ്ങനെ വലിച്ച് ഒതുക്കി വെച്ചിട്ട് വാർണിഷ് ഒഴിച്ചാലാണ് ഈ സാധനം സ്ട്രോങ് ആയിട്ട് അവിടെ ഇരിക്കത്തുള്ളൂ. പിന്നെ വൈൻഡിങ് ഒന്ന് ഒതുക്കാനായിട്ട് നമ്മുടെ ഈ ഇല്ലിയുടെ ഒക്കെ ചെറിയ കമ്പുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ്. അല്ലെങ്കിൽ വൈൻഡിങ്ങിൻ്റെ ഇൻസുലേഷനൊക്കെ ഡാമേജ് ആവും ഇരുമ്പും സ്ക്രൂ ഡ്രൈവറൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഓരോ ഹോളിൽ കൂടെ എടുക്കുക. ഇടയ്ക്ക് സോഫ്റ്റ് ആമറും കൊണ്ട് ജസ്റ്റ് ഒന്ന് ഒതുക്കി കൊടുക്കണം കേട്ടോ. പിന്നെ ഒരു ചെറിയ പീസൊക്കെ എടുത്തിട്ട്
അവിടെ ഹോളുള്ളതുകൊണ്ട് അതിൻ്റെ അകത്തേക്ക് പുറത്തേക്ക്. ഈ ഒരു പോർഷനിൽ ഈ എൻഡ് വരുന്ന ഇത് ലീഡ് വയർ വരുന്ന ഈ പോർഷൻ ഉണ്ടല്ലോ, ഈ പോർഷനിൽ കൃത്യമായിട്ട് കൊടുക്കണം. ഈ അതായത് വൈൻഡിങ് ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഈ സാധനം കെട്ടി ഒതുക്കി കൊടുത്തില്ലെങ്കിൽ എന്നാ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കവർ ചെയ്ത് ഈ ഉള്ളിൽ വരുന്ന സംഭവം ഉണ്ടല്ലോ, കവർ ചിലപ്പം ഈ ഉള്ളിലേക്ക് വരുന്ന ഒരു കവർ ഉണ്ടെങ്കിൽ ഈ വൈൻഡിങ് കൊള്ളും. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് കെട്ടി ഒതുക്കി മുറുക്കി കൊടുത്തില്ലെങ്കിൽ ഒതുക്കി മുറുക്കി കൊടുത്തില്ലെങ്കിൽ ഈ കവർ എന്നിട്ട് ഇതിനകത്ത് മുട്ടിയിട്ട് ഇൻസുലേഷനെല്ലാം കംപ്ലൈൻ്റ് ആവും. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കെട്ടുക. ലാസ്റ്റത്തെ കെട്ട് ടൈറ്റ് ചെയ്ത് ഇനിയിപ്പോൾ ഏകദേശം ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടിയില്ലേ. 2 ലോക്ക് ഇട്ട് ആദ്യം നമ്മൾ ലീഡ് വയർ ചെറിയ പീസ് ഇട്ടതും കൂടെ കൂട്ടിയിട്ട് കയറ്റി മുറിച്ചെടുക്കണം. എന്നിട്ട് ഈ ഉള്ളിയുടെ ചെറിയ പീസ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒതുക്കി കൊടുക്കണം. ഇപ്പോൾ ഒരു ഷേപ്പായി, ഈ സൈഡ് ഷേപ്പായി. നേരത്തെ മറു സൈഡ് ഞാൻ നേരത്തെ വൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 2 സൈഡ് അടിപൊളിയായിട്ട് ഷേപ്പായേ. ഇനി ഈ വൈൻഡിങ്ങിൻ്റെ ഉള്ളിൽ വരുന്ന ഈ പേപ്പർ ഇങ്ങനെ മടങ്ങിയിരിക്കുന്ന പോർഷൻ ഉണ്ട്, ഈ തള്ളിയിരിക്കുന്ന പോർഷൻ ഉണ്ട്, അത് നമ്മൾ ഇതുപോലത്തെ ഒരു ആക്സോ ബ്ലേഡിൻ്റെ പുറ സൈഡോ അല്ലെങ്കിൽ സ്റ്റീൽ റൂളോ വെച്ചിട്ട് ഈ വൈൻഡിങ് ഒതുക്കി കൊടുക്കണേ. അല്ലെങ്കിൽ റോട്ടർ ഓടിക്കഴിയുമ്പോൾ അതിനകത്ത് കൊള്ളും. അപ്പോൾ ഈ വൈൻഡിങ് ഇതുണ്ടോ, വൈൻഡിങ്ങിൻ്റെ ഉള്ളിൽ ആ സ്ലോട്ടിൻ്റെ ഉള്ളിലേക്കെല്ലാം കറക്റ്റായിട്ട് കയറിയിട്ടുണ്ട്. ഇനി ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ വാർണിഷ് ഒഴിക്കണം. അപ്പോൾ ഒരു വൈകുന്നേരമൊക്കെ റീവൈൻഡ് ചെയ്തിട്ട് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ രാവിലെ ആകുമ്പോഴത്തേന് ഏകദേശം വാർണിഷ് ഡ്രൈ ആയിട്ടുണ്ടാവേ. ഞാൻ സാധാരണ റീവൈൻഡ് ചെയ്ത് പോയതിന് ശേഷം രാവിലെ ആകുമ്പോഴത്തേനും സെറ്റ് ചെയ്യാറുണ്ട്. അപ്പോഴത്തേനും വാർണിഷ് ഏകദേശം ഡ്രൈ ആവും. ഇതാണ് വൈൻഡിങ് വാർണിഷ്. വാർണിഷ് ജസ്റ്റ് ഒഴിച്ചു കൊടുക്കുക. ജസ്റ്റ് ഒഴിച്ചു കൊടുത്തൊരു 5 മിനിറ്റ് വേണ്ട, കുറച്ച് സമയം കഴിയുമ്പോഴത്തേനും ഈ വാർണിഷ് ശരിക്കും സ്ലോട്ടിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിക്കോളും. പിന്നെ രാവിലെ ആയിട്ട് വന്നിട്ട് എടുക്കുമ്പോഴത്തേനും നല്ല സ്ട്രോങ് ആയിട്ട് നല്ല ഒറ്റ പീസ് പോലെ നല്ല സോളിഡ് പീസ് പോലെ ഈ വൈൻഡിങ് ആവേ. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോഴത്തേനും ഈ വൈൻഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് വാർണിഷ് ഇറങ്ങി ചെല്ലും താഴേക്ക്. ഗ്ലൗസ് ഇടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു പശ പോലെ, ഇത് നമ്മുടെ കയ്യിൽ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ പോകാൻ ഇച്ചിരി പാടാണ്. അപ്പം ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യുവാണെങ്കിൽ കയ്യിൽ വലിയ കാര്യമായിട്ടാവാതെ. 2 സൈഡിലും വാർണിഷ് അപ്ലൈ ചെയ്യുക, 2 സൈഡിലേക്കും. എന്നിട്ട് 5 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഈ സാധനം അതിനകത്ത് കയറി വാർണിഷിൽ മുക്കി എടുക്കുന്നതൊക്കെയാണ് പറയുന്നത്. പക്ഷേ വാർണിഷിൽ മുക്കി ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ നല്ല സ്ട്രോങ് ആയാൽ മതി, സ്ലോട്ടിൻ്റെ അകത്തേക്ക് ഇറങ്ങിക്കോളും. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ആഴ്ച വരാം. താങ്ക് യു.